ഇവരുടെയൊക്കെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ക്രോസ് കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തോടെ ഈ നേതാക്കൾക്കൊക്കെ ഇത്ര വലിയ ഒരു കുറ്റം ചെയ്തിട്ടും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ആ കുറ്റത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, ആ മനുഷ്യന്റെ ചോരയുടെ മണം മാറുന്നതിന് മുൻപ് തന്നെ ന്യായീകരിക്കാൻ KPCC പ്രസിഡന്റിനടക്കം കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവർക്കൊക്കെ വേണ്ടി ജീവിച്ച, അവർക്കൊക്കെ വേണ്ടി മരണസമയത്തും ആലോചിച്ച ഒരു മനുഷ്യനാണ്. മരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. NM വിജയൻ എന്ന മനുഷ്യന് വ്യക്തിയോടായിരുന്നില്ല, പാർട്ടിയോടായിരുന്നു, ആ കൈപ്പത്തി ചിഹ്നത്തോടായിരുന്നു, അയാളുടെ മനസ്സിൽ ആ ത്രിവർണ്ണ പതാകയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ മരണസമയത്ത് പോലും അദ്ദേഹം കാണിച്ച ആ ഒരു കരുതൽ. ആ കരുതൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആ മനുഷ്യന്റെ കുടുംബത്തോട് ഇല്ലാതെ പോയത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ കത്തുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഇതാണ് കോൺഗ്രസ്. കൂടെയുള്ള ഒരുത്തന്റെ ചോര വീണാൽ പോലും അവനൊപ്പം നിൽക്കാതെ അപ്പോഴും സ്വന്തം ആഢ്യത്വം പറഞ്ഞുകൊണ്ട് സ്വന്തം സംരക്ഷിക്കാനായിട്ടുള്ള ഈ കെട്ടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സംവിധാനം മാത്രമാണ് കോൺഗ്രസ്. അത് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന അപജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനത്തിന് മുന്നിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ എന്നുള്ളതാണ്. പറയുന്ന NM വിജയന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും ആത്മഹത്യ എന്ന് പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ, ഇന്ന് റഫീഖ് പറഞ്ഞ വളരെ കൃത്യമാണ്, അതൊരു ഇരട്ട കൊലപാതകമാണ്. ആ ഇരട്ട കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അവരാ രാഷ്ട്രീയ ധാർമ്മികതയോടുകൂടി ഈ പറയുന്ന മുഴുവൻ ആളുകളെയും കഴിഞ്ഞ 10 വർഷമായിട്ട് 3 പ്രസിഡന്റുമാരിരുന്നിട്ടും വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ മനോഹരമായിട്ട് 3 ജില്ലാ പ്രസിഡന്റുമാർ, 2 ട്രഷറർമാർ നല്ല സുന്ദരമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടനില നിർത്തി പൈസ സംഘടിപ്പിച്ച് അത് വെട്ടി സ്വന്തം കീശയിലാക്കി, എന്നിട്ട് ഒരു കുടുംബം അനാഥമായിരിക്കുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്, ആ സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്, പച്ചയായ ഒരു ജീവിത യാഥാർത്ഥ്യമുണ്ട്. ഇതിൽ നിന്ന് കോൺഗ്രസിന് കൈകഴുകി പോകാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ നടപടി അത് ND അപ്പച്ചനെതിരായിട്ടുണ്ടാവണം, IC ബാലകൃഷ്ണൻ എതിരായിട്ടും ഉണ്ടാകണം. ഈ പറയുന്ന പോലീസും കേസുമൊക്കെ കോടതിയൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നടപടി നിർബന്ധമായും ഈ 3 ആളുകളുടെയും കാര്യത്തിൽ, ND അപ്പച്ചന്റെ കാര്യത്തിൽ, IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ, KK ഗോപിനാഥിന്റെ കാര്യത്തിൽ നിർബന്ധമായും എടുക്കണം എന്നാണ് എന്റെ നിലപാട്. അതിന് പ്രേരിപ്പിക്കുന്നതും അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ ഈ NM വിജയന്റെ മരണം റിപ്പോർട്ട് ചെയ്ത ദിവസം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആദ്യം തന്നെ റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ആത്മഹത്യാക്കുറിപ്പുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഇത് കണ്ടെത്താൻ ശ്രമിച്ചത് എന്താണെന്നറിയോ? ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അത് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകാനല്ല ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പക്ഷേ ആ സമയത്ത് ഡെഡ് ബോഡി ആയിട്ടില്ല, പിന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനല്ല ശ്രമിച്ചത്, മറിച്ച് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമിച്ചത്. അങ്ങനെ ഒന്നില്ല എന്ന് ഉറപ്പ് ആയതിനു ശേഷമാണ് ഇവർ ഈ പറയുന്ന 2 പേരെയും ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഇവരുടെ മരണം സംഭവിച്ചതിന് ശേഷം നമ്മളത് കണ്ടല്ലോ. ഈ പറയുന്ന IC ബാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, ND അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ എഗ്രിമെന്റ് പുറത്തുവിടുന്നത്. ഏതാ? ഈ പറയുന്ന നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എഗ്രിമെന്റ് റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത് ആ സമയത്താണ്. അപ്പോൾ തന്നെ IC ബാലകൃഷ്ണനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ ഉടനെ തന്നെ കേസ് കൊടുക്കാൻ പോകണം. അദ്ദേഹം കേസും കൊടുത്തു കേട്ടോ. അദ്ദേഹം കേസ് കൊടുക്കുന്നു. കാരണം എന്താ ഉറപ്പെന്താ? ആത്മഹത്യാക്കുറിപ്പില്ല, ഒരു തെളിവുമില്ല. അപ്പൊ ആഞ്ഞടിക്കുകയാണ്. ഈ ആഞ്ഞടിയുടെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്തത്? KPCC നേതൃത്വം സകല സുരക്ഷയും പ്രഖ്യാപിച്ചു. ആർക്ക്? IC ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു, ND അപ്പച്ചൻ പ്രഖ്യാപിക്കുന്നു, ജില്ലാ നേതൃത്വത്തെ ഒന്നടങ്കം സംരക്ഷിക്കാൻ KPCC നേതൃത്വം തീരുമാനിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന കുറിപ്പ് പുറത്തു കൊടുക്കാവുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പിള്ളേർ അത് മാറ്റിവെച്ചത്. ആ മാറ്റിവെച്ച കുറിപ്പാണല്ലോ ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി പാർട്ടി വെട്ടിലായി. ആ വെട്ടിലായ സമയത്താണല്ലോ ഈ പറയുന്ന അന്വേഷണ സമിതി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വയനാട്ടിലെത്തിയിട്ട് ഈ അന്വേഷണ സമിതി എന്താ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ ആ ബാധ്യതയിൽ ഏറ്റെടുത്തോളാമാണ്. ആ ബാധ്യത ഏറ്റെടുത്താൽ ഈ പ്രശ്നം കഴിയില്ല. അതെങ്ങനെ കഴിയുക? ഈ പണം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പകരമാകുമോ? ആ പണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ പണം എങ്ങനെയാണ് അത് കൃത്യമായി ആളുകളിലേക്ക് വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ ആ പണത്തിന് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ ആ പണം കൊടുത്തത് കൊണ്ട് പണത്തിന് പകരം പണമാകുമായിരിക്കും, കടബാധ്യതകൾ, ബാങ്കിലെ ജപ്തി ഒഴിവാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ആ വീടിനൊരു നാഥൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച മനുഷ്യനാണ്. അയാളെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പണം ഇട്ട് എത്ര മൂടിയാലും അതിപ്പോൾ അവസാനം ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് കോൺഗ്രസ് നോക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവരിത് ചെയ്യുകയായിരുന്നെങ്കിൽ ഉപാധികളില്ലാതെ, ആദ്യം ഈ കുടുംബത്തെ പറഞ്ഞത് എന്തൊക്കെയാണ്? അതിനു മുൻപ് ഈ NM വിജയനെ കുറിച്ച് നിങ്ങളൊക്കെ സൂചിപ്പിച്ചെങ്കിലും അതിലൊരു കാര്യം കൂടിയുണ്ട്. ഈ ബത്തേരി മണ്ഡലം പ്രസിഡന്റായി കോൺഗ്രസിൽ വരുന്ന സമയം മുതലുള്ള NM വിജയനെ നമ്മൾ എടുത്തു നോക്കണം. അതായത് ഒരു 1970 മുതൽ 2024 ഡിസംബർ 24 അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുന്നത്. 27 മരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2024 ഡിസംബർ 24 വരെയുള്ള ആ ദീർഘമായ കാലഘട്ടം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു അയാളുടെ മനസ്സിലും അയാളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ആ മനുഷ്യന് നേരെ ഉണ്ടായത്, ആ കുടുംബത്തിന് നേരെ ഉണ്ടായത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ്
എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം. ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നഗരസഭാ കൌൺസിലർ, ബത്തേരി സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ, അതായത് ഈ ബാങ്കിന്റെ നേരത്തെ സർ പറഞ്ഞതുപോലെ ഒരു DCCയിലെ ഒരു ഭാരവാഹി മാത്രമല്ല, ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പല ഇടപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യാക്കുറിപ്പുണ്ടോ എന്ന് ആദ്യം എല്ലാവരും പരക്കം പാഞ്ഞ് തേടി നടന്നത്, ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ. ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ദീർഘവിശ്വാസത്തോടെ ആയിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പിന്നീടുള്ള പ്രതികരണങ്ങൾ വന്നത്. കെ കരുണാകരനൊപ്പം DIC രൂപീകരിച്ചപ്പോൾ പോയിട്ടുണ്ട് NM വിജയൻ. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പാർട്ടി അല്ലാതെ മറ്റൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ ആളുകൾക്കൊക്കെ എതിരെ മറുഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട്, ഇപ്പോൾ ബാങ്കിന്റെ ഭരണസമിതി BJP ആണ്, വേണമെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താമായിരുന്നു. അതിനൊന്നും NM വിജയൻ തയ്യാറായില്ല. മാത്രമല്ല CPIM-ഉമായും ഒക്കെ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. കാരണം അദ്ദേഹം ഈ വോളിബോൾ താരം കൂടിയായിരുന്നു. അപ്പോൾ ഈ വോളിബോൾ താരം ആയിരിക്കുന്ന NM വിജയൻ ആ രീതിയിലുള്ള ഒരു സുഹൃത്ത് വലയം വയനാട്ടിൽ ഉണ്ടായിരുന്ന സാറിനൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാമായിരിക്കും. ആ അദ്ദേഹത്തിന്റെ ഒരു ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ജിമ്മി ജോർജിനെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നത് മാത്രമായിരുന്നില്ല NM വിജയൻ, മറ്റു മേഖലകളിൽ കൂടിയും ആളുകൾക്കിടയിൽ ഒരു കണക്ട് ഉണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് എത്ര നാണക്കേടുണ്ടാകും ഈ പാർട്ടിക്കാർ എല്ലാവരും കൂടി ഇങ്ങനെ പുട്ടടിക്കാൻ വേണ്ടി ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ മാത്രം പേറണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അഭിമാനിയായ മനുഷ്യനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പാർട്ടിയെ ഹർട്ട് ചെയ്തുകൊണ്ടല്ല എന്റെ മരണം എന്നതുപോലെ നിശ്ചയിച്ചുറപ്പിച്ച ഒരാൾ മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ KPCC പ്രസിഡന്റിനൊന്നും മനസ്സിലാകാത്തത് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ആദ്യം കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണമായിരുന്നു. എന്തോ കുടുംബ പ്രശ്നം കൊണ്ട് ഒരു NM വിജയൻ DCCയുടെ വയനാട്ടിലെ ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്തു, മകനൊപ്പം ആത്മഹത്യ ചെയ്തു. അതാണ് ആദ്യഘട്ടത്തിൽ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചത്. ഈ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും എന്താണോ ഇദ്ദേഹത്തിന്റെ മരണകാരണം അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടും അതേക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള ജാഗ്രതയോടുള്ള പ്രതികരണം വരാത്തത് കൊണ്ടാണ് 10 ദിവസം കഴിഞ്ഞ് കത്ത് പുറത്തു വരുന്നത്. ആ പുറത്തു വന്ന കത്തിൽ പറയുന്ന കാര്യം എന്താണ്? ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടതനുസരിച്ച് 7 ലക്ഷം രൂപ വാങ്ങി. നെന്മേനി പഞ്ചായത്ത് മുന്നംഗം UK പ്രേമൻ മുഖേനയാണ് തുക നൽകിയത്. പേരുകളൊക്കെ വളരെ കൃത്യമായി ഉണ്ട് ഉണ്ണി സാർ, ഒന്നിനും ഒരു വെയ്ഗല്ല, എല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ അതിലുണ്ട്. 2 ലക്ഷം രൂപ തിരികെ നൽകി. ബാക്കി തുക അതായത് 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നതല്ലാതെ IC ബാലകൃഷ്ണൻ MLA തരുന്നില്ല. അപ്പോൾ അതവിടെ എഴുതാം 5 ലക്ഷം രൂപ. അടുത്തത് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ, ഇവർ നിയമനം വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ വാങ്ങുന്നു. ഇതിന് NM വിജയന്റെ പേരിലുള്ള 8 സെന്റ് ഭൂമിയുടെ പണയാധാരവും ചെക്കുമാണ് കൊടുത്തത്. ND അപ്പച്ചന്റെ വീടിനടുത്തുള്ള ചാക്കോയ്ക്കാണ് ഇത് കൊടുത്തത്. ആർക്കാണ് കൊടുത്തതെന്നും എങ്ങനെയാണ് ഈ പണം സ്വരൂപിച്ചതെന്നും ഒക്കെ NM വിജയന്റെ കത്തിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ചാക്കോ കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് NM വിജയൻ എന്ത് സംഭവിക്കുന്നു? ആ ഭൂമി വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഇനി നിയമന വിജ്ഞാപനത്തിൽ ഈ PTS തസ്തികയിൽ 1ാം റാങ്ക് ഈ പറയുന്ന ജിജീഷിനായിരുന്നു. ഈ ജിജീഷിന് അതുണ്ടാകുമ്പോഴേക്കും അദ്ദേഹം ഈ പിരിച്ചുവിട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് പുറത്തുവിട്ട കത്തെന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ് റെലവന്റ് ആകുന്നത്. 7 വർഷം അവിടെ ഉണ്ടായിരുന്ന ഈ PTS തസ്തികയിൽ 1ാം റാങ്ക് ഉണ്ടായിരുന്ന വ്യക്തിയായ ജിജീഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അന്നത്തെ DCC പ്രസിഡന്റായ IC ബാലകൃഷ്ണൻ ഈ വഴിവിട്ട നീക്കം നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നിലുള്ള ഒരു കത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് VD സതീശനും K സുധാകരനും ഒക്കെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഈ ND അപ്പച്ചനെയും IC ബാലകൃഷ്ണനെയും ഒക്കെ അങ്ങ് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചങ്ങ് സംരക്ഷിക്കുന്നത്? ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. ആ സമിതിയെക്കുറിച്ച് കോൺഗ്രസുകാർക്ക് പോലും വിശ്വാസമില്ല. എത്ര സമിതിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അവർ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് IC ബാലകൃഷ്ണനെയൊക്കെ. ഈ 3 DCC പ്രസിഡന്റുമാരെ കുറിച്ച് നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചല്ലോ. അവര് ഈ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ തുക വീതം വെച്ചിട്ടുണ്ട് എങ്കിൽ അവർ 3 പേരും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യരല്ല. അതിൽ IC ബാലകൃഷ്ണൻ ഈ അന്തരിച്ച DCC പ്രസിഡന്റാണ് PV ബാലചന്ദ്രൻ. മാത്രമല്ല ഈ മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ, ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ, ഈ 3 പേരെയും പാർട്ടിയുടെ ചുമതലകൾ എന്താണോ വഹിക്കുന്നത് അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കാൻ പറ്റണം. അത് എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെങ്കിലും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ പ്യൂൺ, വാച്ച്മാൻ 2 തസ്തികകളെ കുറിച്ച് ഉണ്ണി സാർ പറഞ്ഞല്ലോ. അതിൽ പ്യൂണിന് 40 ലക്ഷമാണ് കൊടുക്കേണ്ടത്. വാച്ച്മാന് 30 മുതൽ 35 ലക്ഷം വരെ. അങ്ങനെ ഓരോന്നിനും കൃത്യം തുക നിശ്ചയിച്ച് വാങ്ങുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിൽ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ CPIM ഇപ്പോൾ എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ NM വിജയന്റെ മരണത്തിന് കാരണമായി അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സുപ്രധാനമായ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനെ ആ ബാങ്കിൽ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളുലച്ച ഒരു സംഭവമാണ്. 7 വർഷക്കാലം കേവലം 200 രൂപ ദിവസം ദിവസവേതനത്തിന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭിന്നശേഷിക്കാരനായ മകനാണ് ജിജേഷ് എന്ന് പറയുന്നത്. ആ മകനെ വിഷം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്ന മകന്റെ ജോലി സ്ഥിരപ്പെടുത്താതിരുന്ന നടപടി എന്ന് പറയുന്നത്. ആ മകന്റെ ജോലി സ്ഥിരപ്പെടുത്താതെ മറ്റൊരാളെ ആ പോസ്റ്റിലേക്ക് നിയമിക്കാൻ IC ബാലകൃഷ്ണൻ കത്ത് നൽകി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും
പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഈ കത്ത് ഏറ്റവും ക്രൂഷ്യലാകുന്നത് ഈ കേസിൽ. ആ മരണത്തിൽ സത്യം പറഞ്ഞാൽ ഈ കത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കത്ത് തെളിയിക്കുന്ന ഒരു കാര്യം എന്താ? ഈ കത്ത് തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന എല്ലാ പോസ്റ്റിങ്ങിലും ഇയാൾ ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതല്ലേ? അതിനൊരു കൃത്യമായ തെളിവല്ലേ? ഈ പറയുന്ന നിയമനങ്ങളിൽ അതിനകത്ത് കോഴ വാങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവിടെ നടന്നിട്ടിരിക്കുന്ന നിയമനങ്ങളിൽ IC ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ കത്ത് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ആ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കണമല്ലോ. സോറി, പിന്നെ എന്താണ്, ഒരു ശുപാർശയല്ല അത്. അതല്ല അപ്പോയിന്റ് ചെയ്യാനാ പറയുന്നത്. ആ നിർദ്ദേശമാണ്. DCC പ്രസിഡന്റ് ആണ്. DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അവിടുത്തെ ഭരണസമിതിക്ക് മുകളിൽ അയാൾക്ക് ഒരു സേ ഉണ്ട്. ആ സേയുടെ അടിസ്ഥാനത്തിൽ അയാൾ അവിടെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ഈ കത്ത് തെളിയിക്കുന്നുണ്ട്. അപ്പൊ രണ്ടർത്ഥത്തിൽ ഈ കത്ത് പുറത്തു വന്നിരിക്കുന്ന കത്ത് ക്രൂഷ്യലാണ്. ഒന്ന്, NM വിജയനെ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക്, അദ്ദേഹത്തിന്റെ മകനെ കൊന്നതിന് ശേഷം ആത്മഹത്യയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കത്തൊരു പ്രേരണയായിട്ടുണ്ട്. ഈ കത്താണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. രണ്ട്, ഈ നിയമനങ്ങളിലൊക്കെ ഇയാൾ ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. ഇനിയിപ്പം നിങ്ങൾ ഇനി അങ്ങനെ പാർട്ടിക്കകത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കി പരിഹരിക്കാമെന്ന് വിചാരിച്ചാലും ഇതൊരു കേസായി കഴിഞ്ഞില്ലേ? 3 പരാതി ഓൾറെഡി ഉണ്ടല്ലോ. പത്രോസിന്റെ പരാതിയില്ലേ, സജയു എന്ന് പറയുന്ന ഒരാളുടെ പറയുന്ന സായൂജ് എന്ന് പറയുന്ന ഒരാളുടെ പരാതിയില്ലേ, ആനപ്പാറ ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പരാതിയില്ലേ? 3 പരാതികൾ ഓൾറെഡി പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നേ, അതിന് പേരിൽ FIR ഉണ്ടെന്നേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കേസ് വരും. ഇപ്പോഴും കേസുണ്ടല്ലോ, അല്ലാതെ തന്നെ വിജിലൻസ് ഒരു കേസെടുത്തിട്ടുണ്ട്, ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്തിട്ടുണ്ട്. ഇന്നിപ്പം നോട്ട് ടു അറസ്റ്റിനെ കോടതി പറഞ്ഞിട്ടുള്ളൂ അല്ലേ? 15-ാം തീയതി ഇനിയും അതിന്റെ വാദം കേൾക്കാനിരിക്കുകയാണ്. ആ സമയത്ത് കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിയമ നടപടികൾ ഉണ്ടാകും. ഇത് മൂടി വെക്കാനൊന്നും കഴിയില്ല.